ഇന്ന് ഞാനുണ്ടാക്കിയ മത്തനെ അറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. തൊട്ടടുത്തൊരു കുമ്പളങ്ങയുണ്ട്. നമുക്ക് അറുത്തെടുക്കാം. കുമ്പളങ്ങ വലുതാണ് അറുത്തത് കേട്ടോ. ഇത്തിരി മൂപ്പായിട്ടുണ്ട്. അപ്പോൾ മത്തനും അതെ, മത്തൻ മൂപ്പായിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പച്ചയിൽ വെക്കണം പറയും. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് മത്തനെ മുറിച്ച് നോക്കാം. ഹായ് വാ, മൂപ്പായിട്ടില്ല കേട്ടോ. പക്ഷേ കളറ് നോക്ക്, അടിപൊളി കളറാണ്. എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് മത്തനെ ഒന്ന് മുറിച്ച് തോരൻ പോലെ ഒന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞാക്കിയൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. മുറിച്ചു. ഇനി 2 പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ. നടുവൊന്ന് കീറിയിട്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1.5 സ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിലവർ വെള്ളമൊന്നും ഒഴിക്കില്ല, എന്നാലും എനിക്കൊരു സമാധാനത്തിന് ഒരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിക്കൂല, എന്നാലും ഇത്തിരി ഒഴിച്ചിട്ട് നമുക്ക് അതിനൊന്ന് വേവിച്ചെടുക്കാം. മത്തൻ കറി വെന്ത് തുടങ്ങി. അടിപൊളി പോലെ വന്നു കിട്ടും. ഉള്ളു വെള്ളം ഒഴിച്ചുള്ളൂ. ഇത് വേണ്ട, തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ചിലർ തോലൊന്നും കളയാറില്ല, അങ്ങനെ മുറിച്ച് വെക്കാറുണ്ട്. കുറച്ചുകൂടി ഇരിക്കട്ടെ, ഒന്നുകൂടെ ഒന്ന് വേണ്ട. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് താളിച്ചെടുക്കാം. താളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മത്തൻ താളിക്കാം. കുറച്ച് കടുക്, ഇത്തിരി കറിവേപ്പില, 5-6 ഇല കറിവേപ്പില, വറ്റൽമുളക്, 3 കഷ്ണം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി എനിക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തൻ റെഡി ആയിട്ടുണ്ട്. അയവ നല്ലതുപോലെ വെന്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ.